ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് യൂറിനിലെ ഗ്ലൂക്കോസ് എസ്റ്റിമേഷനെ പറ്റിയാണ്. യൂറിൻ്റെ കെമിക്കൽ എക്സാമിനേഷനിൽ ഗ്ലൂക്കോസിനെ പറ്റിയാണ് പറയുന്നത്. സാധാരണയായി ഗ്ലൂക്കോസ് ബ്ലഡിൽ അധികമായോ യൂറിനിലോ കാണപ്പെടുന്നത് ഡയബറ്റീസ് ഉള്ളവരിലായിരിക്കും. നോർമലായി ഒരു ചെറിയ എമൗണ്ടിൽ യൂറിനിൽ ഗ്ലൂക്കോസ് കാണപ്പെടും, പക്ഷേ അതിനെ നമുക്ക് കെമിക്കൽ മെത്തേഡ് വഴി ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അതേസമയം ഇത്തരത്തിൽ ഗ്ലൂക്കോസ് ഒരുപാട് യൂറിനിൽ കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ ഗ്ലൈക്കോസ്യൂറിയ എന്നാണ് പറയുന്നത്. അത് കെമിക്കലി നമുക്ക് ഡിറ്റക്റ്റ് ചെയ്ത് എടുക്കാനും സാധിക്കും. ഗ്ലൂക്കോസ് സാധാരണയായി ബ്ലഡിൽ കൂടുന്നത് പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി മൂലവും അങ്ങനെ ആ ഇൻസുലിൻ കുറവാകുന്നത് മൂലം ഗ്ലൂക്കോസ് ബ്ലഡിൽ കൂടുന്നു. ബ്ലഡിൽ കൂടുന്നത് മൂലം ഗ്ലൂക്കോസ് യൂറിനിൽ കൂടെയും എക്സ്ക്രീറ്റ് ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ സാധാരണ ഈ ഗ്ലൂക്കോസ് യൂറിനിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കാണപ്പെടുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ ബ്ലഡ് ഷുഗർ ലെവലിനെ, അതുപോലെ തന്നെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റിനെ. അതായത് ഇത്ര ഗ്ലൂക്കോസിനെ ഫിൽട്ടർ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അത് ചില സമയങ്ങളിൽ ആ ഫിൽട്രേഷൻ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ ഈ ഗ്ലൂക്കോസ് യൂറിനിൽ കാണപ്പെടുന്നു. അതുപോലെ തന്നെ ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ, തിരിച്ച് ട്യൂബിലോട്ട് റീഅബ്സോർബ് ചെയ്യപ്പെടുന്ന ഗ്ലൂക്കോസിൻ്റെ കണ്ടൻറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഗ്ലൂക്കോസ് യൂറിനിൽ കാണപ്പെടുന്നത്. റീനൽ ത്രഷോൾഡ് എന്നാൽ ഒരു കിഡ്നിക്ക് എന്തുമാത്രം ഗ്ലൂക്കോസിനെ ക്യാരി ചെയ്യാനുള്ള, അതിനെ വഹിക്കാനുള്ള എന്തുമാത്രം കഴിവുണ്ടെന്നുള്ളതാണ് റീനൽ ത്രഷോൾഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കിഡ്നിക്ക് സാധാരണയായി ഒരു 150 മുതൽ 170 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ഗ്ലൂക്കോസിനെ ക്യാരി ചെയ്യാനുള്ള കഴിവുണ്ട്. അതേസമയം ചില സമയങ്ങൾ ഡയബറ്റീസിൻ്റെ കേസുകളിൽ ഗ്ലൂക്കോസ് അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള കേസുകളിൽ കിഡ്നിയുടെ റീനൽ ത്രഷോൾഡ് എക്സീഡ് ആവുന്നു, അതായത് 170 മുകളിലാകുന്നു. ഈ സമയത്ത് കിഡ്നിയുടെ ട്യൂബ്യൂളുകളിൽ റീഅബ്സോർപ്ഷൻ സാധ്യമാകുന്നില്ല. അതായത് കിഡ്നിയുടെ ഫിൽട്രേഷൻ്റെ ടൈമിൽ ഗ്ലോമർലെസിൽ ഫിൽട്ടർ ചെയ്ത് വരുന്നതിൽ ചില കണ്ടൻറ്റ് തിരിച്ച് കിഡ്നിയുടെ ട്യൂബുകളിലോട്ട് റീഅബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തിരിച്ച് ശരീരത്തിലോട്ട് തിരിച്ചാഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അല്ലാത്തത് ഫിൽറ്റർ ചെയ്ത് എക്സ്ക്രീഷനായിട്ട് പുറത്തു പോകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഗ്ലൂക്കോസ് കൂടുമ്പോൾ കിഡ്നിക്ക് ഒരു പരിധി വരെ അതിനെ താങ്ങാൻ പറ്റും. അതേസമയം അത് കൂടുതലായി കഴിയുമ്പോൾ തിരിച്ച് ആ ഒരു റീഅബ്സോർപ്ഷൻ സാധ്യമാകുന്നില്ല. അതായത് ബ്ലഡിൽ ഓൾറെഡി അത് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ റീഅബ്സോർപ്ഷൻ സാധ്യമാകാതെ വരികയും ഈ ഗ്ലൂക്കോസിന് യൂറിനിൽ കൂടെ പുറത്തു പോവുകയും ചെയ്യുന്നു. അങ്ങനെ യൂറിനിൽ കൂടുതലായിട്ട് ഗ്ലൂക്കോസിൻ്റെ അളവ് കാണപ്പെടുന്നു. ഇതിനെ നമ്മൾ ഗ്ലൈക്കോസ്യൂറിയ എന്നാണ് പറയുന്നത്. ഗ്ലൈക്കോസ്യൂറിയ എന്നാൽ ഗ്ലൂക്കോസ് യൂറിനിൽ പ്രസൻ്റായിട്ട് കാണപ്പെടുന്നതിനെയാണ് ഗ്ലൈക്കോസ്യൂറിയ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഗ്ലൈക്കോസ്യൂറിയ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടുന്നതിനെയാണ് ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഹൈപ്പർ ഗ്ലൈസീമിയ ഡയബറ്റിസ് മെലിറ്റസിലാണ്, അതായത് ഇൻസുലിൻ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ് ഡയബറ്റിസ് മെലിറ്റസ് എന്നത്. അപ്പോൾ ഡയബറ്റിസ് മെലിറ്റസ് ഉള്ള ആൾക്കാരിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് യൂറിനിൽ കൂടുതലായിട്ട് കാണപ്പെടും. കാരണം ബ്ലഡിൽ ഓൾറെഡി അത് കൂടുതലായിരിക്കും. അതപ്പോൾ യൂറിനിൽ കൂടെ കൂടുതലായി കഴിയുമ്പോൾ യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകുകയേ നിവർത്തിയുള്ളൂ. അതേസമയം അത് റീഅബ്സോർബ് ചെയ്ത് തിരിച്ച് ബ്ലഡിലോട്ട് വരാനുള്ള ആ ഒരു കപ്പാസിറ്റി കഴിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഗ്ലൂക്കോസ് യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകുകയും ഗ്ലൈക്കോസ്യൂറിയ എന്ന് പറയുന്ന കണ്ടീഷൻ ആയി മാറുകയും ചെയ്യുന്നത്. ഹൈപ്പർ ഗ്ലൈസീമിയ മൂലം ഗ്ലൈക്കോസ്യൂറിയ ഉണ്ടാകുന്നത് ഡയബറ്റീസ് അല്ലാതെ പ്രഗ്നൻസി കേസുകളിൽ, അതായത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസിൽ, പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ജസ്റ്റേഷണലായിട്ടുണ്ടാകുന്ന ഡയബറ്റീസിലും ഗ്ലൈക്കോസ്യൂറിയ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രെസ് ഉണ്ടെങ്കിലും ഹൈപ്പർ ഗ്ലൈസീമിയ മൂലം ഗ്ലൈക്കോസ്യൂറിയ ഉണ്ടാവാറുണ്ട്. കാരണം സ്ട്രെസ്സിൻ്റെ സമയത്ത് എപ്പിനെഫ്രിന് അതുപോലുള്ള ഹോർമോണിൻ്റെ കൂടുതലായിട്ടുള്ള പ്രൊഡക്ഷൻ നടക്കുകയും അത് ഗ്ലൂക്കോസിൻ്റെ എക്സ്ക്രീഷനെ കൂട്ടുകയും ചെയ്യുന്നു. യൂറിനിൽ ഷുഗർ കണ്ടെത്താൻ അഥവാ റെഡ്യൂസിങ് ഷുഗർ അഥവാ ഗ്ലൂക്കോസ് കണ്ടെത്താനുള്ള ക്വാളിറ്റേറ്റീവായിട്ടുള്ള മെത്തേഡാണ് ബെനഡിക്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. ബെനഡിക്ട് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന സൊല്യൂഷനാണ് ബെനഡിക്ട് സൊല്യൂഷൻ. ഇതിൻ്റെ കളറ് ഡീപ് ബ്ലൂ കളറാണ്. ഇതിനകത്ത് ബെനഡിക്ട് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കോപ്പർ സൾഫേറ്റ് പെൻറ്റാഹൈഡ്രേറ്റ്, സോഡിയം കാർബണേറ്റ്, സോഡിയം സിട്രേറ്റ് എന്നിവ ഉപയോഗിച്ചിട്ടാണ്. ഈ ബെനഡിക്ട് സൊല്യൂഷൻ ആൽക്കലൈൻ
കെമിക്കൽ റിയേജൻ്റാണ്. അതായത് ആൽക്കലൈൻ വരാൻ കാരണം ഇതിനകത്ത് സോഡിയം കാർബണേറ്റിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ്. ഡീപ്പ് ബ്ലൂ കളറിലുള്ള സൊല്യൂഷനാണ് ബെനഡിക്ട് സൊല്യൂഷൻ. ബെനഡിക്ട് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് ബെനഡിക്ട് ടെസ്റ്റ് ചെയ്യുന്നത്. ഇതിനായി ആദ്യം ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക. അതിലേക്ക് 5 ml ബെനഡിക്ട് റിയേജൻറ്റ് ആഡ് ചെയ്യുക, പിപ്പറ്റ് ചെയ്യുക. ആ ഒരു റിയേജൻറ്റ് ജസ്റ്റ് ഒന്ന് ഫ്ലെയിമിൽ ഹീറ്റ് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം റിയേജൻറ്റിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കളർ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇതിനൊരു ഡീപ്പ് ബ്ലൂ കളറാണ്. എന്തെങ്കിലും റിയേജൻറ്റിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ, കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഫോൾസ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അതിന് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യുന്നത്, ചെറിയൊരു രീതിയിൽ ഫ്ലെയിം കൊടുക്കുന്നത് നല്ലതാണ്. അടുത്ത സ്റ്റെപ്പ്, നമ്മൾ 5 ml ബെനഡിക്ട് റിയേജൻറ്റ് എടുത്തതിന് ശേഷം 8 ഡ്രോപ്സ് യൂറിൻ ഇതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 to 10 മിനിറ്റ്സ് അത് ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്തതിന് ശേഷം ഇതിനെ കൂളാക്കാൻ വെക്കുക. വാട്ടറിൽ കൂളാക്കാൻ വെക്കുക. വാട്ടർ കൂളാക്കാൻ വെച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ഇതിൻ്റെ കളറ് നോക്കുന്നത്. അതായത് ഷുഗർ, ഇതിൽ ഗ്ലൂക്കോസിൻ്റെ എന്തെങ്കിലും പ്രസൻസ് ഉണ്ടെങ്കിൽ, ഷുഗറിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ കളർ ചേഞ്ച് ഉണ്ടാവും. ഇല്ലെങ്കിൽ ആ ഏതാണോ റിയേജൻറ്റിൻ്റെ കളർ, ഡീപ്പ് ബ്ലൂ ആണ് കളറ്, ആ കളറിൽ തന്നെ കാണും. അപ്പോൾ ഷുഗർ ഇല്ലെങ്കിൽ ബ്ലൂ കളറിലും, ഷുഗർ ഉണ്ടെങ്കിൽ ഗ്രീന്, യെല്ലോ, ഓറഞ്ച്, ബ്രിക്ക് റെഡ് എന്നിങ്ങനെ കളർ ചേഞ്ച് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഗ്രീന്, യെല്ലോ, ഓറഞ്ച്, റെഡ് ഇങ്ങനെ കളർ ചേഞ്ച് ഉണ്ടാകുന്നത് ഗ്ലൂക്കോസ് എന്തുമാത്രം പ്രസൻറ്റ് ആയിട്ടുണ്ടെന്നനുസരിച്ചാണ്. അതായത് ചെറിയ രീതിയിലാണ് ഗ്ലൂക്കോസ് എങ്കിൽ ട്രേസ് ആയിട്ട് കാണിക്കും, അതായത് ഗ്രീൻ കളറിൽ കാണിക്കും. അതേസമയം ഇച്ചിരൂടെ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ യെല്ലോ. അങ്ങനെ ഗ്ലൂക്കോസിൻ്റെ അളവിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ കളറിനുണ്ടാകുന്ന ചേഞ്ചും. ഇവിടെ പിക്ചർ ഇച്ചിരൂടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബ്ലൂ ആണെങ്കിൽ ഷുഗർ ആബ്സെൻ്റ് എന്നാണ് അർത്ഥം. അതേസമയം ഗ്രീനും അതിൻ്റെ കൂടെ സ്ലൈറ്റ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ്, അതായത് നമ്മളിത് ഹീറ്റ് ചെയ്യുമ്പോൾ ഷുഗർ ഉണ്ടെങ്കിൽ ചില സമയത്ത് കറക്റ്റ് ഗ്രീനായിട്ട് വരത്തില്ല, ചില സമയത്ത് യെല്ലോ കളർന്ന കളറോ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം അതിനർത്ഥം ഗ്ലൂക്കോസ് ഇത്ര മാത്രം ഉണ്ടെന്നുള്ളതാണ്. അതായത് ഗ്രീൻ ആൻഡ് സ്ലൈറ്റ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ പ്രസൻ്റ് ആണ്, ട്രേസ് എമൗണ്ടിൽ പ്രസൻ്റ് ആണ്. അതൊരു ഗ്ലൂക്കോസിൻ്റെ ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 250 മുതൽ 500 മില്ലിഗ്രാം ഡെസിലിറ്റർ വരെ കാണിക്കും. അടുത്തതായി ഗ്രീൻ ആൻഡ് തിക്ക് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ ഷുഗർ പ്രസൻറ്റ്, അത് പ്ലസ് അല്ലെങ്കിൽ 2+ എന്നിങ്ങനെ ഗ്രേഡ് കൊടുക്കാം. അതിൻ്റെ അളവ് 500 to 750 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററോ അല്ലെങ്കിൽ 750 to 1000 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററോ ആണ്. അതായത് ഇത്ര മാത്രം ഗ്ലൂക്കോസ് ഉണ്ടെന്നാണ് ഇവ കാണിക്കുന്നത്. അടുത്തതായി യെല്ലോ ആണ്. അതുപോലെ ഓറഞ്ച് പ്രസിപ്പിറ്റേറ്റും ഉണ്ടെങ്കിൽ 3+ ആയിട്ട് ഷുഗർ കാണപ്പെടുന്നു. അത് 1000 അല്ലെങ്കിൽ 1500 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ അത്രയും ഗ്ലൂക്കോസ് അതിൽ ഈ യൂറിനിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഓറഞ്ച് ടു റെഡ് പ്രസിപ്പിറ്റേറ്റ്, അതായത് റെഡ് കളറിലോ ബ്രിക്ക് റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് കളറിലോ വരികയാണെങ്കിൽ അത് 4+, അതായത് ആ ഗ്ലൂക്കോസ് അതിൻ്റെ അളവ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അതിന് 1500 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ കൂടുതലായിട്ട് ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുണ്ടെന്നാണ് അതിന് അർത്ഥം. ഇപ്പോൾ ഈ ഗ്ലൂക്കോസ് മാത്രമല്ല, ബെനഡിക്ട് ടെസ്റ്റ് റെഡ്യൂസിങ് ഷുഗർ പലതുണ്ട്. ലാക്ടോസ്, ഫ്രക്ടോസ് അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പം നമുക്കത് ഗ്ലൂക്കോസ് ആണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ ഗ്ലൂക്കോസ് ഓക്സിഡൈസ് പെറോക്സിഡൈസ് എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ച് അത് കൺഫേം ചെയ്യാവുന്നതുമാണ്. റെഡ്യൂസിങ് ഷുഗറായ ലാക്ടോസ്, ഗാലക്ടോസ്, ഫ്രക്ടോസ് എന്നിങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള റെഡ്യൂസിങ് ഷുഗറുകളുടെയും ടെസ്റ്റുകളുണ്ട്. ലാക്ടോസ് സാധാരണയായി ലാക്ടോസ് യൂറിയ കാണപ്പെടുന്നത് ലാക്ടേറ്റിംഗ് വുമണിലും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിലും 3 മുതൽ 5 ദിവസം വരെയുള്ള കുഞ്ഞുങ്ങളിലുമാണ്. അവരിൽ ഈ കുഞ്ഞുങ്ങളിൽ എൻസൈം ലാക്ടേസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ലാക്ടോസിനെ കൂടുതലായിട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഇത് വരും. അതുകൊണ്ട് തന്നെ ലാക്ടോസിൻ്റെ അളവ് യൂറിനിൽ കാണപ്പെടും. ലാക്ടോസിനെ ടെസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഓസസോൺ ടെസ്റ്റ്. ലാക്ടോസിന് സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റാണ് ഓസസോൺ ടെസ്റ്റ്. അതുപോലെ തന്നെ ഗാലക്ടോസ് വേറൊരു തരത്തിലുള്ള റെഡ്യൂസിങ് ഷുഗറാണ്. അതിൻ്റെ ടെസ്റ്റാണ് ഓർത്തോടോളിഡിൻ ടെസ്റ്റ്. അടുത്ത ടെസ്റ്റാണ് ഫ്രക്ടോസ് സാധാരണയായി യൂറിനിൽ കാണപ്പെടുന്നത് ഹെപ്പാറ്റിക് ഡിസോർഡേഴ്സ് ഉള്ളവരിലായിരിക്കും ഫ്രക്ടോസ് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. അതിൻ്റെ ടെസ്റ്റാണ് സെലിവാനോസ് ടെസ്റ്റ്. ഫ്രക്ടോസിൻ്റെ ടെസ്റ്റ് സെലിവാനോസ് ടെസ്റ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ദയവായി ലൈക്കും കമൻറ്റും തരിക. താങ്ക് യു ഫോർ വാച്ചിങ്.